സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിസാക്ഷാത് ഗുരുവോനപുരേഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. ശനാസന സർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ 50 ദശകം പകുതി നമ്മൾ ഏകദേശം പിന്നിട്ടു. 51ാമത്തെ ദശകം അഘാസുരവധം, തുടർന്ന് വനഭോജനം, ബ്രഹ്മമോഹനം എന്ന വത്സസ്ഥയ കഥയിലേക്ക് കടക്കുകയാണ്. അപ്പം അതിനു മുമ്പേ അഘാസുരനെ വധിച്ചു, അത് പറയണം. അപ്പം അത് കണ്ടപ്പോഴാണ് ബ്രഹ്മാവിന് അത്ഭുതം തോന്നിയത്. ഭഗവാൻ ഊണ് കഴിക്കുമ്പോൾ എല്ലാവർക്കും ആ ഊണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭഗവാന്റെ ആ സമ്പ്രദായം ബ്രഹ്മദേവൻ നോക്കി കണ്ടു എന്നാണ്. ഒരു ചിട്ടയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു പ്രാകൃതൻ കാട്ടിക്കൂട്ടണ പോലെ ഇല്ലേ ഭഗവാൻ കാട്ടിയത് എന്ന് കണ്ടിട്ടാണ് പരീക്ഷിക്കാൻ വേണ്ടി പശുക്കളെ മറയ്ക്കുന്നത്. അവിടേക്കാണ്ട് കൊണ്ടുവരണം. കഥാജന വ്രജശിശുഭിശ്രമം ഭവാൻ വനാശനെ വിഹിതമതി പ്രകേതരാം സമാവൃതോ ബഹുധരബൽസമണ്ഡലൈ സദേമനേർനിരകമതീശജേമനേ. അതിരുചിര എന്നാണ് ഈ വൃത്തത്തിൻ്റെ പേര്. അതിരുചിര. കഥാജനം വ്രജശിശുഭിശ്രമം ഭവാൻ. സാധാരണ ഈ പശുക്കളെയൊക്കെ മേച്ച് ഉച്ച സമയമാകുമ്പോഴേക്ക് തിരിച്ചെത്തണം, ഊണ് കഴിക്കുമ്പോഴേക്കും തിരിച്ചെത്തണം ആണ് നന്ദഗോപരുടെ കൽപ്പന. അങ്ങനെ അവർ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ അവർക്ക് തോന്നി ഉച്ച സമയമാകുമ്പോഴേക്കും കളി ഇങ്ങനെ രസം കൂടി വരണ സമയമാണ്, അപ്പോഴേക്കും വീട്ടിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ ഒരു സുഖമില്ല. വൈകുന്നേരം വരെ കളിക്കാൻ എന്താ മാർഗം? കുട്ടികൾക്ക് കളിയാണല്ലോ ഏറ്റവും പ്രധാനം. ബാലസ്ഥാവൽ ക്രീഡാസക്ത. വീട്ടിൽ പോയാൽ പിന്നെ കളിക്കാനൊന്നും പറ്റില്ല. വൈകുന്നേരം വരെ കാട്ടിൽ നിൽക്കണം. അതിനെന്താ വഴി? ഊണയക്കുക. അതാണല്ലോ വലിയ പ്രശ്നം. ഒരു കാര്യം ചെയ്യുക, ചോറിന് കൊണ്ടുവരിക. എന്നാൽ പിന്നെ ഊണിൻ്റെ കാര്യം പറഞ്ഞിട്ട് വരണ്ടല്ലോ. നാളെ മുതൽക്ക് എല്ലാവരും ചോറ് ലേശം പൊഴിഞ്ഞ് തരാൻ പറയുക അമ്മോട്. കുട്ടികളൊക്കെ ഇവിടെ പറഞ്ഞു, കൃഷ്ണൻ ചോറ് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കണു കാട്ടിലേക്ക്, നാളെ വൈകുന്നേരം വരൂ, നാളെ മുതൽക്ക്. ആയിക്കോട്ടെ, അങ്ങനെയാവാം. ഇന്നത്തെ പോലെ ടിഫിൻ കാരിയറും പ്ലാസ്റ്റിക്കും ഒന്നും അല്ല കേട്ടോ പണ്ട്. ഇല വാട്ടി പൊതിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ചോറ് കൊണ്ടുപോകുക. അത് വളരെ നല്ലതാണ് അത്രേ. ഈ ഇല എന്ന് പറയുന്നത് വാഴയുടെ ഇലയിൽ വാട്ടി ചോറ് പൊതിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു എന്തൊക്കെയോ പോഷകാംശങ്ങൾ നമുക്ക് കിട്ടാണ്ട് എന്നാണ്. അതാണ് ഈ ചൂടോടെ ഭക്ഷണവും പായസവും ഇലയിൽ വിളമ്പി കഴിക്കണം എന്ന് പറയണത്. അതിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഒന്നാമത് ചൂടാറാനും കഴിക്കാനും സുഖം ഇലയാണ്, കുറച്ച് വിശാലമാവും എന്നുള്ളതുകൊണ്ട്. കിണ്ണോ പ്ലേറ്റോ ആകുമ്പോൾ ചെറുതാവും. രണ്ടാമത് അതിൽ നിന്നൊരു സംഗതി എന്തൊക്കെയോ ചിലത് നമുക്ക് കിട്ടാണ്ടതാണ്. പണ്ടൊക്കെ അതൊക്കെ നോക്കിയിട്ടാണ് വാഴയുടെ ഇലയിൽ നിന്ന്. ഇപ്പം അതും കടലാസയിലേ ഇല്ലേ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. വാഴയുടെ ഇലയിൽ, അതാണ് ഈ മഹാത്മ്യം പറയുമ്പോൾ പത്രാവല്യാംതു ഭോജനം. ഇലയിൽ ഊണ് കഴിക്കണം, വായന സമയത്ത് എന്നാണ്. പ്ലേറ്റിൽ ഉണ്ണരുത്. പത്രാവലി ഇല, പത്രാവല്യാന്തു ഭോജനം നിയമം പറയുന്നുണ്ട്. അപ്പോൾ ആ ഇലയിൽ പൊതിഞ്ഞ് ഒന്ന് ഇല വാട്ടി പൊതിഞ്ഞ് ചോറോ വിഭവങ്ങളോ കൊണ്ടുവരാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതേപോലെ കൊടുത്തു അമ്മമാർ. ആയിക്കോട്ടെ, നാളെ നിങ്ങൾ വെയിലാറിയിട്ട് വൈകുന്നേരം വന്നാൽ മതി. കഥാജന വ്രജശിശുഭി ഗോപബാലന്മാർ സമം ഭവാൻ, അവരോട് കൂടിയിട്ട് വനാശനെ, വനഭോജനം, കാട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ നിശ്ചയിച്ചു. ഉച്ച സമയമായപ്പോൾ വിഹിതമതിപ്രകേതരാം, ചോറ് കൊണ്ടുപോവുക, ഊണ് കഴിക്കുക. അതൊക്കെ കുട്ടികളൊക്കെ ഒരു രസമാണ്. ഇതാ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞത് വലിയ ആൾക്കാർക്ക് വീട്ടിലുണ്ട് തന്നെ രസം. കാരണം മര്യാദയ്ക്കൊക്കെ വിളമ്പിയൊക്കെ ഊണ് കഴിക്കാമല്ലോ. ഈ പാത്രത്തിൽ വേണ്ടത്ര സ്ഥലവും ഉണ്ടാവില്ല, അത്രയ്ക്കേ അളവും ഉണ്ടാവുള്ളൂ. ഒക്കെപ്പാടെ വിളമ്പാനുള്ള സ്ഥലം ഉണ്ടാവില്ല, തണുത്ത ചോറാവും. അപ്പോൾ വലിയ സുഖമുള്ള അനുഭവമൊന്നുമില്ല. ഒന്നെങ്കിലും
പാത്രത്തിൽ ചോറ് കൊണ്ടുപോകാണ്ട് കഴിഞ്ഞൂലോ എന്നാണ് പറയുക. വരുമ്പരായകളോ കുട്ടികളൊക്കെ അറിയില്ലേ, കുട്ടികൾക്ക് ഈ പുതിയ പാത്രം കിട്ടുക അല്ലേ, ചോറും പാത്രമൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴേ നല്ലൊരു പാത്രമൊക്കെ കിട്ടിയാൽ സുഖമായിട്ട് ചോറൊക്കെ കൊണ്ടുപോയി അതിങ്ങനെ സൂക്ഷിച്ച് 1 മണിക്ക് ബെല്ലടിക്കാറാവുമ്പോൾ കാത്തിങ്ങനെ ഇരിക്കുക. ബെല്ലടിച്ചാൽ ഊണ് കഴിക്കുക. അത് കഴുകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു പോക്കൊക്കെ ഉണ്ട്. എത്ര ദൂരം പോവുക അറിയോ? അത് കിണറിൽ പോയിട്ട് വെള്ളം അല്ലേ കോരിയിട്ട് ഒരാൾ ഒഴിച്ചു കൊടുക്കുക, ബാക്കിയുള്ളൊരു പാത്രം കഴുകുക. എന്നുണ്ടോ അപ്പോൾ അങ്ങനെ വല്ലവരും ഒക്കെ സ്കൂളിൽ തന്നെ വാഷ് ബേസിനും എല്ലാ സൗകര്യങ്ങളും ആയി. അങ്ങനെ ആയില്ലെങ്കിൽ തെറ്റാണെന്നാണ്. പക്ഷെ പണ്ട് അതൊന്നും ഒരു മുഷിപ്പ് തോന്നിയിരുന്നില്ല. എത്ര ദൂരമായി ഇച്ചിപ്പാത്രം കൈ പിടിച്ച് നടക്കുന്ന റോട്ടിൽ കൂടെ. എന്നിട്ട് കഴുകലായി. അപ്പോൾ അത് ചോറുണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് സമൂഹമായിട്ട് അതൊരു രസമാണ് വീട്ടിലുണ്ടണേക്കാൾ. ഇപ്പോൾ വനാശനെ ആ കാട്ടിൽ വെച്ചിട്ട് ഊണയിക്കുക എന്ന് പറഞ്ഞാൽ വിഹിതമതി പ്രകേതരാം, എല്ലാ ഗോപന്മാരും ഭക്ഷണം കാട്ടിൽ വെച്ച് കഴിക്കാൻ തീരുമാനിച്ചു. സമാവൃതോ ബഹുതരവത്സമണ്ഡലേഹി, പലതരത്തിലുള്ള പശുക്കിടാങ്ങൾ, പശുക്കുട്ടികളുണ്ട്. ഗോപന്മാരെല്ലാവരും കൃഷ്ണനെ വട്ടത്തിൽ ചുറ്റി അങ്ങനെ നിന്നു. എന്തിനാ വട്ടത്തിൽ ചുറ്റിയത്? എല്ലാവർക്കും കൃഷ്ണൻ്റെ അടുത്ത് വേണം. അത് പറ്റുമോ? അപ്പോൾ ഭഗവാനൊരു സൂത്രം പറഞ്ഞു കൊടുത്തു, നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റുമാണ് നിൽക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്താവുമല്ലോ. ഒരേ ദൂരമാണ്. വൃത്താകാരത്തിൽ നിൽക്കുമ്പോൾ എന്നിൽ നിന്ന് എല്ലാവർക്കും ഒരു ദൂരമല്ലേ. ഭഗവാൻ അങ്ങനെയാണ്. ആരോടും പക്ഷഭേദമൊന്നുമില്ല ഭഗവാനെ. നമുക്കുള്ളൂ എൻ്റെ കൃഷ്ണൻ, എൻ്റെ ഭഗവാൻ. അംഗഭഗവാനുണ്ടോ എൻ്റെ ഭക്തൻ? അങ്ങനെ ഇല്ല എന്നാണ്. എല്ലാ ഭക്തന്മാരോടും ഭഗവാൻ സമഭാവന. ഒരു ഭക്തനല്ലല്ലോ ഭഗവാനുള്ളൂ. ഓരോ ഭക്തനും തോന്നും തൻ്റെയാണ് ഭഗവാൻ, തൻ്റെയാണ് ഭഗവാൻ. പക്ഷെ സത്യത്തിൽ ഭഗവാൻ അങ്ങനെയില്ല, എല്ലാവരോടും സമഭാവനയാണ്. അപ്പോൾ എല്ലാവരും എന്നിൽ നിന്ന് തുല്യ ദൂരത്തിലാവാനുള്ള മാർഗം വൃത്താകാരത്തിൽ എൻ്റെ ചുറ്റും നിൽക്കുക. സതേമനെ എന്നാണ്. സതേമനെ ജേമനെ പ്രകേതരാം നിരകവൽ, ചോറും കറികളും എടുത്ത് അതിരാവിലെ പുറപ്പെട്ടു. ഗോപന്മാരാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഇവർ പോണത്. കൃഷ്ണൻ ഗോപന്മാരും കൂടി ഇങ്ങനെ നടന്നു പോയി. ആ പോക്കിനെയാണ് വർണ്ണിക്കണം കേട്ടോ. കഴിക്കാൻ കാട്ടിലെത്തിയിട്ടേ ആവുള്ളൂ, ആയിട്ടില്ല. രാവിലെ പോകുന്ന യാത്രയെ വിവരിച്ചിരിക്കുകയാണ്. ചുറ്റും പശുക്കളും ഗോപന്മാരുമായി ചോറും കറികളും എടുത്ത് അതിരാവിലെ പുറപ്പെട്ടു. വെയിലൊക്കെ ചൂടാവണതിൻ്റെ മുമ്പേ. കഥാജന വ്രജശിശുഭി സമം ഭവാൻ, ഗോപന്മാരുമായിട്ടല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് വനാശനെ വിഹിതമതി പ്രകേതരാം, കാട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാനായിക്കൊണ്ട് പശുക്കുട്ടികളാലും ഗോപന്മാരാലും ചുറ്റപ്പെട്ട് നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സമാവൃതോ ബഹുതരവത്സമണ്ഡലി, അനവധി പശുക്കുട്ടികൾ, അതുപോലെ ഗോപന്മാർ. സതേമനേർ നിരകം അതീശജേമനൈ, അതീശജേമനൈ, ചോറും കറികളും എടുത്തിട്ട് നടത്തും. പലതും ഉണ്ട് അല്ലേ. വറുത്തുപ്പേരി മുതലായിട്ടുള്ളത്, കോയപ്പൊക്കെ കൊണ്ടാട്ടൊക്കെ വിരലിൻ്റെ ഇടയിലിട്ടിട്ട് ചില പാത്രങ്ങളുടെ കഴുത്തിലൊരു കെട്ട് കെട്ടി വീണ്ടും ഒരു കയറ് ഒരു വള്ളി പോലെ കെട്ടി തൂക്കിയിട്ടൊക്കെ പലതരത്തിൽ പ്രാരബ്ധത്തിലാണ് ഈ ചോറും കറികളും എടുത്ത് ഇവർ യാത്രയായത്. ഇവരാണ് വിനിര്യതത്തപച്ചരണംബുജദ്വയാതുദഞ്ചിതം ത്രിഭുവന പാവനൻ രജ, അതിരുചിരേണ വൃത്തം. മഹർഷയ പുളകധരേ കളേവരേർ ഉദൂഹിരേത് ഭവതി ക്ഷണോത്സവ വിനിര്യതത്തപച്ചരണംബുജദ്വയാ. പുറപ്പെട്ടു പോകുമ്പോൾ ഇന്ദിരയുടെ പാതാരവിന്ദങ്ങളിൽ നിന്ന് പൊങ്ങി 3 ലോകവും പരിശുദ്ധമാക്കുന്ന പൊടി ഭഗവാൻ ഇങ്ങനെ നിലത്ത് വയ്ക്കുക, ആ കാലെടുക്കുക, അപ്പോൾ അതിൽ പൊടി ഉണ്ടാവും. ഭഗവത് പാദപത്മങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന ആ പ്രസാദം വിനിര്യതത്തവചരണാംബുജദ്വയാൻ, 2 പാതാരവിന്ദങ്ങളിൽ നിന്നും ഉതിർന്നു വീണ കാൽപ്പൊടികൾ. എന്താ കാൽപ്പൊടികളുടെ പ്രത്യേകത എന്നാണെങ്കിൽ ഉദഞ്ചിതം ത്രിഭുവന പാവനൻ രജ, 3 ലോകത്തെയും ശുദ്ധീകരിക്കണ പാദധൂളികളാണ് അല്ലേ ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്. ആ മഹർഷിമാർ എന്ത് ചെയ്തു? മഹർഷയ ധൃതഭവതി ക്ഷണോത്സവ, ഭഗവാന്റെ ലീലകൾ കാണാനുള്ള വ്യഗ്രതയോട് കൂടിയിട്ട് ആണ് ഇവിടെ പറയേണ്ട. യത്പാദപാം സുർബഹുജന്മ കൃച്ഛതോ, ഭാഗവത്തിലെ ഏതൊരു ഭഗവാന്റെ പാദധൂളികൾ എത്ര ജന്മാന്തരങ്ങൾ കൂടുമ്പോൾ ഒന്ന് പ്രാപിക്കാൻ മഹർഷിമാർ ആഗ്രഹിക്കുന്നുവോ, ആ ഭഗവാൻ ഈ ഗോപന്മാരുടെ കണ്ണിന് വിഷയായി.
അപ്പം ആ ഗോപന്മാരുടെ ഭാഗ്യം കിം വർണ്യതേദിഷ്ടമതോ വ്രജൗകസാം. ഭഗവാൻ ആ ഗോപന്മാരുടെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് ചോദിക്കുക. ശരിക്കും പറയാച്ചാൽ അല്ലേ, ഈ ഭഗവാന്റെ ലീലകൾ നമ്മൾ വർണ്ണിക്കുമ്പോൾ അതിലിങ്ങനെ ലയിക്കാൻ വേണ്ടിയിട്ടാവണം എന്നാണ്. അതുകൊണ്ട് എന്ത് കിട്ടുന്ന ആലോചിച്ചാലും അത് നമുക്കൊരു ബുദ്ധിമുട്ടായി എന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടില്ല. എന്തിനാണത് എന്ന് ചോദിച്ചാൽ എല്ലാം മറക്കാനാണ്. കുറച്ച് നേരെങ്കിലും ഇതൊക്കെ ഒന്ന് മറക്കുക. ഈ ലോകത്തിലത്തെ ഒരു കാര്യങ്ങളെ കൊണ്ടും സുഖം കിട്ടില്ല, സംശയിക്കൊന്നും വേണ്ട, ഒരു സംശയവും വേണ്ട, സുഖം കിട്ടില്ല. അപ്പോൾ അതിനെ മറന്ന് അതിനെ ആസ്വദിക്കാനാണ്. അപ്പം അതാണ് ഇവിടെ എന്ത് പറയുന്നത്, സ ഏവ ദൃഗ്വിഷയ സ്വയം സ്ഥിത. എത്രയോ ജന്മങ്ങളെ കൊണ്ട് കിട്ടാത്ത മഹാഭാഗ്യമാണ് ഭഗവാനിൽ നിന്ന് കിട്ടുന്നത്. ഭഗവാന്റെ അടുത്തിരിക്കുമ്പോഴോ ഭഗവാനോട് ഇടപഴകുമ്പോഴോ കിട്ടുന്നത്. ദേവലോകത്തിലുള്ള ദേവന്മാർ ആഗ്രഹിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് ഭാരതത്തിലത്തെ മനുഷ്യന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ചിട്ടേ. കാരണം ഇവിടെയാണ് ഈശ്വര കഥ ഉള്ളത് എന്നാണ്, വേറെ എവിടെയില്ല അത്രേ. കിം വർണ്യതേ ദിഷ്ടമതോ വ്രജൗകസാം എന്ന് ഭാഗവതം. അതുകൊണ്ട് ഈ ഗോപന്മാരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ തൊടാനും കൃഷ്ണനോട് കൂടി കളിക്കാനും ഇടപഴകാനും അവർക്ക് ഭാഗ്യം കിട്ടി. അവരുടെ ഭാഗ്യത്തെക്കുറിച്ച് എങ്ങനെയാണ്, ഏത് വാക്കുകൊണ്ടാണ് വർണ്ണിക്കുക എന്ന് ചോദിക്കുകയാണ് ശുഗമഹർഷി. അങ്ങനെയാണ് ഭാഗവതത്തിൽ വർണ്ണിക്കണം. അതാണ് ഇവിടെ വിനിര്യതത്തവച്ചരണാംബുജദ്വയാതുദഞ്ചിതം. അങ്ങയുടെ പാദപത്മത്തിൽ നിന്ന് ഉതിർന്നു വീണതായിരിക്കുന്ന ആ ധൂളികളെ ഒന്ന് പ്രാപിക്കാൻ മഹർഷിമാർ ആഗ്രഹിക്കുന്നു. ഏത് പാദധൂളികൾ, അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണെങ്കിൽ ത്രിഭുവന പാവനൻ രജ, 3 ലോകത്തെയും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ഭഗവത് പാദധൂളികൾക്ക്. മഹർഷയ പുളകധരെ കളേബരേ, പുളകം ധരിച്ച് ആ പാദധൂളികൾ ഞാൻ മുമ്പേ എന്ന രീതിയിൽ അണിയാൻ മഹർഷിമാർ വെമ്പുന്നു, തിക്കിത്തിരക്കുന്നു. ആ പാദധൂളികളോട് കൂടിയ ഭഗവാനോടുകൂടി ഇടപഴകാൻ ഭാഗ്യം കിട്ടിയ ഗോപന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ച് ഏത് വാക്കുകൊണ്ടാണ് വർണ്ണിക്കുക? മഹർഷയ പുളകധരെ കളേബരേ രുദോഹിരേ ധൃതഭവതീക്ഷണോത്സവ. ഒരു നോക്കങ്ങയെ കാണാൻ വേണ്ടി വെമ്പുന്ന ആ മഹർഷിമാരുടെ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങാണ് ഇവർക്ക് കളിക്കാൻ കളിക്കുട്ടി എന്ന നിലയ്ക്ക് കിട്ടിയത്. കഥാജനം പ്രജശിശുഭിസമം ഭവാൻ വനാശനേ വിഹിതമതിപ്രകേതരാം സമാവൃതോ ബഹുധരവത്സമണ്ഡലേ സനേമനേർ നിരകമതീശജേമനേ. വിഭവങ്ങളെടുത്ത് അതിരാവിലെ ചോറും കറികളുമായി പശുക്കളാലും ഗോപന്മാരാലും ചുറ്റപ്പെട്ട് ഭഗവാൻ യാത്രയായി. പിനിര്യതത്തവച്ചരണാംബുജദ്വയാതുദഞ്ചിതം ത്രിഭുവന പാവനൻ രജ മഹർഷയ പുളകധരെ കളേവരേ രുദോഹിരേ ധൃതഭവതീക്ഷണോത്സവ. ഏതൊരു ഭഗവാന്റെ കാലിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പൊടികൾ ഒന്ന് ശിരസിൽ ധരിക്കാൻ മഹർഷിമാർ സദാ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവോ, ആ ഭഗവാൻ ഇവരുടെ കണ്ണിൻ്റെ മുമ്പിലെ കളിപ്പാട്ടം പോലെ കിട്ടി. ആ ഗോപന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കാനാണ് അല്ലേ, കഥം ഗത്യസേ എങ്ങനെ വർണ്ണിക്കാനാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഉദൂഹിരേതൃത ഭവതീക്ഷണോത്സവ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.